SKN 40 ലഹരി വിരുദ്ധ കേരള യാത്രയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യശാലികൾ സിംഗപ്പൂരിലെത്തി. 14 ജില്ലകളിൽ നിന്നുമായി 13-അംഗ സംഘമാണ് യാത്രയിലുള്ളത്. സിംഗപ്പൂരിലും മലേഷ്യയിലുമായി 4 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് യാത്ര. സിംഗപ്പൂരിൽ നിന്ന് രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. SKN 40യുടെ ഭാഗമായി നടക്കുന്ന സിംഗപ്പൂർ യാത്ര ഇതാ സിംഗപ്പൂരിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർ ഭാഗ്യവാൻവതികളുമായിട്ടുള്ള നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം ഏതാണ്ട് 6 മണിയോടെയാണ് ചാങ്ങി എയർപോർട്ടിൽ നമ്മൾ ലാൻഡ് ചെയ്തത്. അതിനുശേഷം സ്വാദിഷ്ടമായ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതായത് ഇന്ത്യൻ സ്റ്റൈലിൽ രാവിലെ ഇഡ്ഡലിയും പൂരി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഫുഡാണ് കഴിച്ചത്. എന്താണെങ്കിലും നമുക്ക് ഇവരുടെ പ്രതികരണങ്ങളിലേക്ക് ഒന്ന് പോവുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു യാത്രയും അതോടൊപ്പം തന്നെ അതിനുശേഷം കഴിച്ച ഇഡ്ഡലിയും വടയൊക്കെ? നല്ല ഭക്ഷണമായിരുന്നു. ഇപ്പോൾ നമ്മളിന്ന് ഇവിടെ വിക്ടോറിയ തിയേറ്ററിന് മുമ്പിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഇന്നലെ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് കയറിയിട്ടുള്ള ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് അടിച്ചു പൊളിക്കുക. ഇപ്പോൾ നമ്മൾ മെർലൈൻ പാർക്കിലാണ് വരുന്നത്. ആദ്യമായിട്ടല്ല ഇവിടെ വരുന്നത്? അതെ, ആദ്യമായിട്ടാണ്. സിംഗപ്പൂർ ആദ്യമായിട്ടാണ്. ചേട്ടാ എങ്ങനെയുണ്ട്? രാവിലത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? നല്ല കാലാവസ്ഥയാണ്, കുഴപ്പമൊന്നുമില്ല. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊരു ആവേശമില്ലല്ലോ? ആവേശമുണ്ട്. ഉണ്ടോ? ആവേശം വരാൻ പോകുന്നേ ഉള്ളൂ. ചേട്ടാ എങ്ങനെയുണ്ട്? ഇവിടെ വന്നിട്ട് കേരളത്തിലെ പോലെ ഒരു ചൂടൊക്കെ ഉണ്ടല്ലോ രാവിലെ? നമ്മുടെ നാട്ടിലെ അതേ കാലാവസ്ഥയായിട്ട് എനിക്ക് തോന്നിയത്, പക്ഷേ അടിപൊളി സംഗതിയുള്ള. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയായിരുന്നു, നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. ഉഷാറാണ്. ചേച്ചി ഉഷാറല്ലേ? വളരെ ഉഷാറാണ്. ഇവിടുത്തെ ഈ വലിയ മരങ്ങളൊക്കെ വെട്ടി ഒതുക്കി ഭയങ്കര ഓർഗനൈസ്ഡ് ആക്കി സിസ്റ്റമാറ്റിക്കായിട്ട് നിർത്തിയിരിക്കുന്ന പോലെ വളരെ വൃത്തി ഉള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ, അത് വളരെ ഇഷ്ടപ്പെട്ടു. വൻ കെട്ടിടങ്ങളും പിന്നെ നമ്മൾ ഭക്ഷണം വളരെ വളരെ നല്ലതായിരുന്നു. ഒരു വിശാലമായ ഒരു സദ്യ തന്നെയായിരുന്നു. മലയാളി ഫുഡാണ് നമുക്ക് കിട്ടിയത്. തുടക്കം എന്തായാലും ഗംഭീരമാണല്ലോ. വളരെ ഗംഭീരമായിരുന്നു. ചേട്ടാ എങ്ങനെയുണ്ട്? അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഉഷാറാണ്. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഒരു എനർജി കിട്ടിയിട്ടുണ്ട്. ബെന്നീസ് റോയൽ ടൂറിസവുമായി സഹകരിച്ചാണ് നമ്മൾ ഈ യാത്ര സംഘടിപ്പിക്കുന്നത്. നമ്മുടെ മലയാളി ഞങ്ങളുടെ കൂടെ ആദ്യം തൊട്ടുണ്ടായിട്ടുള്ള ആഷിഖാണ് ചേരുന്നത്. ഇന്നത്തെ യാത്ര നമ്മൾ എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? അതെ, നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ള ഇപ്പോൾ വിക്ടോറിയ തിയേറ്റർ ആണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ മെർലൈൻ പാർക്ക് ഉണ്ട്, പിന്നെ ഒരു ഫ്ലയർ ഉണ്ട്, സിംഗപ്പൂർ ഫ്ലയർ ഉണ്ട്, 360 വ്യൂ കാണാൻ പറ്റിയൊരു ഫ്ലയറാണ്. അത് കഴിഞ്ഞിട്ട് ലഞ്ച് ചെയ്യേണ്ട കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. അത് നമുക്ക് ഡിപ്പെൻസ് ഓൺ ടൈമാണ്. അത് എൻറൂട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ ക്ഷീണം എല്ലാവർക്കും ഉണ്ട്. നമുക്കൊന്ന് ഊർജ്ജസ്വലമാക്കി എടുക്കേണ്ടി വരും. അതെ, എല്ലാവരും ആക്റ്റീവാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇനി ഉച്ചയോടുകൂടി എല്ലാവരും ജില്ലിന്ന് ആക്റ്റീവായിട്ട് വരും. ഇപ്പോൾ നമ്മളുള്ളത് വിക്ടോറിയ ഹാളിന് മുന്നിലാണ്. അടുത്ത ഇടത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി വരും മണിക്കൂറിൽ വീണ്ടും കാണാം. സിംഗപ്പൂരിൽ നിന്നും രാഹുൽ സുരേഷ്, 24.